മറിയ യേശുവിനോട് ചേർന്നിരുന്ന് ഹല്ലേലൂയ പഠിച്ചതുപോലെ ഗ്രഹിച്ചതുപോലെ ഇന്ന് കർത്താവേ ലഭിക്കുന്ന ആലോചന അത് ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ ഹല്ലേലൂയ ഉറപ്പിക്കുവാനുള്ള കൃപ നിന്റെ ജനത്തിന് മേൽ അവിടുന്ന് നൽകുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവവചനം ശുശ്രൂഷിക്കുന്ന മക്കളെ കർത്താവേ, നിന്റെ ദാസന്മാർ കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുന്ന് ബലപ്പെടുത്തണം കർത്താവേ. സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ കർത്താവ് അടിയങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്തൃമേശയുടെ മുമ്പിലുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം കർത്താവ് ബലപ്പെടുത്തണം. ഒരു പുതിയ അഭിഷേകം, ഒരു പുതു കൃപ കർത്താവേ നൽകി കർത്താവേ കരങ്ങളെ നീട്ടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കാൻ നിന്റെ മക്കളെ നീ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാ നന്മയ്ക്കായും എല്ലാ അനുഗ്രഹങ്ങൾക്കായും അടിയങ്ങളങ്ങേ സ്തുതിക്കുകയാകുന്ന കർത്താവേ. ആദിയോടന്തം സാന്നിധ്യം കൂടെ ഇരിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകല മാനവും മഹത്വവും അവിടെ തരുന്നു യേശുവിനതി മഹത്വമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആരാധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നാം ഒരുമിച്ച് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സമയങ്ങൾ വേർതിരിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? വലിയ സന്തോഷമൊന്നുമില്ലെന്ന് തോന്നുന്നല്ലോ. മഴയുടെ പ്രതികൂലം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രയാസമാണോ? എന്തായിരുന്നാലും ഇന്ന് ആരാധനയിൽ ഞാൻ വിടുതൽ ഏറ്റെടുക്കും എന്നെത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് പകലത്തെ ആരാധന, ഇന്ന് പകലത്തെ ഈ സഭായോഗം കഴിയുമ്പോഴേക്കും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നാം ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. ആരാധന എന്ന വാക്കിന് ഗ്രീക്കിൽ പ്രോസ്ക്യൂനിയോ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രോസ്ക്യൂനിയോ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൊടുക്കുകയാണ്. മറ്റൊരാളുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ആ ഒരു അവസ്ഥയാണ് പ്രോസ്ക്യൂനിയോ എന്ന് പറയുന്നത്. നമ്മൾ നിലത്ത് വീണ് കിടക്കുകയാണ്. നാം അങ്ങനെ നിലത്ത് വീണ് കിടക്കേണ്ടത് മറ്റാരുടെ മുൻപിലല്ല. നാം അപേക്ഷയ്ക്കായി നമ്മുടെ പ്രശ്നങ്ങളുമായി പോകേണ്ടത് മനുഷ്യൻ്റെ മുൻപിലല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നാം വീഴണം. ആമേൻ. സകലതും മറന്നുകൊണ്ട്. കാരണം കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ സകലത്തെ നിർമ്മിച്ചത് യേശു മാത്രമാണ്. യേശു മാത്രമാണ് യോഗ്യൻ. അതുകൊണ്ടാണ് നാം ആ കർത്താവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് നാം ആ കർത്താവിനെ അനുഗമിക്കുന്നത്, ആശ്രയിക്കുന്നത്, പിൻഗമിക്കുന്നത്. ഇന്ന് പകൽ ഉറപ്പുള്ള ആ കർത്താവിൽ ആശ്രയിക്കുന്നതിൽ സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവേ, അങ്ങ് മാത്രമാണ് യോഗ്യൻ. സ്തുതികൾക്ക് അങ്ങ് മാത്രമാണ് യോഗ്യൻ. ദൈവകുഞ്ഞാടെ, അങ്ങ് മാത്രമാണ് യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. അവൻ അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധനാക്കി തീർത്തു, എന്നെ ശുദ്ധയാക്കി തീർത്തു. ആമേൻ. എനിക്ക് യാതൊരു കഴിവുമില്ലായിരുന്നു, ഒന്നും പ്രശംസിക്കുവാനില്ലായിരുന്നു, ഒരു യോഗ്യതയും പറയുവാനില്ലായിരുന്നു. കുഴഞ്ഞ ചേറ്റിൽ കിടന്നിരുന്ന എന്നെ അങ്ങ് വീണ്ടെടുത്തു. ഇന്ന് പകൽ ആ ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ, കർത്താവിനെ വീണ്ടെടുത്തു, ആ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി എന്ന ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. നിത്യമായി നമ്മെ സ്നേഹിച്ചു തിരുനിണത്താൽ നമ്മെ വീണ്ടെടുത്ത് ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. മൗനമായിരിക്കാതെ ഹല്ലേലൂയ. നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുവീൻ എന്ന് നാം വായിക്കുന്നത് പോലെ ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ കസാരയിലായിരിക്കാം നാം ആയിരിക്കുന്നത്, എന്നാൽ മനസ്സുകൊണ്ട് നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടായിരിക്കട്ടെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത്. കാരണം യഹോവ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യഹോവ മാത്രമാണ് ദൈവം. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതിൽ ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ, സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ, അഭിമാനമുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന് നമ്മെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മെ കാണുന്ന ഒരു ദൈവം. മനുഷ്യർ നിർമ്മിച്ച ദൈവങ്ങൾ കേൾക്കാതെ കാണാതെ ഒരിടത്ത് മൗനമായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന, വേദനകളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതിൽ സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ, അഭിമാനമുള്ള പ്രിയപ്പെട്ടവർ അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവമേ,
മഹത്വപൂർണനായ ദൈവമേ, മഹത്വ സിംഹാസനസ്ഥനായ ദൈവമേ, ആരാധ്യനായ ദൈവമേ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവമേ, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സറാഫുകൾ വാഴ്ത്തി സ്തുതിക്കുന്ന, ദൂതന്മാരും മൂപ്പന്മാരും വിശുദ്ധ ജീവികളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഒരു പകൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ശേഷിപ്പിച്ചതിനാൽ നന്ദി കർത്താവേ. ഇന്ന് പകൽ കർത്താവേ നന്ദി എന്ന് പറയുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ, എത്ര സ്തുതിച്ചാലും എത്ര പറഞ്ഞാലും മതി വരത്തില്ല ദൈവം ചെയ്ത ഉപകാരങ്ങൾ. ഇന്ന് പകൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്നൊരു വാക്ക് ഇന്ന് പകൽ പറയുന്നുണ്ടെങ്കിൽ അത് ധാരാളം മതിയാകത്തില്ല. എങ്കിൽ പോലും ഇന്ന് പകൽ അവൻ ആ കർത്താവിനോട് നന്ദി എന്നൊന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? നന്ദി കർത്താവേ, എന്നെ ശേഷിപ്പിച്ചതിന് നന്ദി കർത്താവേ, എനിക്ക് ആഹാരം നൽകിയതിന് നന്ദി കർത്താവേ, എനിക്ക് നല്ല ശ്വാസം നൽകിയതിന് നന്ദി കർത്താവേ, നല്ല വെള്ളം നൽകിയതിന് നന്ദി കർത്താവേ, നല്ല വസ്ത്രം നൽകിയതിന് നന്ദി കർത്താവേ, എന്നെ സ്നേഹിക്കുന്ന അനേകരെ നൽകി തന്നതിന് നന്ദി കർത്താവേ ഇന്ന് പകൽ പറയുവാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ശിവാരാധരാധന പശബരബൗളരാധരാധിയാധരവനപശംധാരധനെ റീവരാധരാധിയാധരാധരാധന പശംധാരധനാധരധനാധിയാനവ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ, യോഗ്യൻ നീ യേശു മാത്രം യോഗ്യൻ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ. ഇന്ന് പകൽ യോഗ്യനായ ദൈവത്തിന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം ദൈവമെന്ന് ഏറ്റു പറയും. ഇന്ന് പകൽ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അവൻ ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം. എല്ലാം മറന്നുകൊണ്ട്, എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ഇന്ന് പകൽ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു, നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ. സഭ ചേർന്ന് പാടട്ടെ. യോഗ്യൻ യേശു മാത്രം, യോഗ്യൻ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ യേശുവേ, സ്തുതി
പാടട്ടെ. യോഗ്യൻ നീയോ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ. സൗഖ്യദായകൻ യേശു, സൗഖ്യദായകൻ എന്നേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. വിശ്വാസത്തോടെ സൗഖ്യദായകൻ എന്നേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം യേശു മാത്രം, ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം. ഓ യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടി. യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം യോഗ്യൻ. ഓ നീ യോഗ്യൻ. എല്ലാ നാവും, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി. ഓ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ. യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ, നീ യോഗ്യൻ. ആനന്ദമേ ഓ നിൽ കൈകൾ എൽ കണ്ണീർ തുടയ്ക്കുന്ന. ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അത് പാടാൻ കഴിയത്തുള്ളൂ. അതനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് പാടട്ടെ. ദൈവത്തിന്റെ കൈകൾ നമ്മുടെ കണ്ണുനീര് തുടച്ച് ആ മനോഹരമായ അനുഭവം അനുഭവിച്ചിട്ടുള്ളവർ. ഓ ഞാനാരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൽമുഖവൽ ഹൃദയത്തിനാനന്ദമേ.
സമർപ്പിക്കും എൻ ഹൃദയ ആരാധ്യൻ. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വണങ്ങുന്നു. അവിടുത്തെ പാദം ഞങ്ങൾ ചുംബിക്കുന്നു. അവിടുത്തെ മുഖപ്രകാശം ഞങ്ങൾ അന്വേഷിക്കുന്ന കർത്താവേ, ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി നന്ദി കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീരങ്ങ് തുടയ്ക്കുന്നതിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഓ തേജസ്സേഴും നിൽമുഖവൽ ഹൃദയത്തിനാനന്ദമേ, നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ, നിൽക്കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ ഞങ്ങളങ്ങ് വണങ്ങുന്നേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നേ. ഞങ്ങൾ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓ ഹൃദയത്തിനാനന്ദമേ, തേജസ്സേഴും നിൽമുഖമൽ ഹൃദയത്തിനാനന്ദമേ. ഒരിക്കൽ കൂടെ പാടാമോ? സന്നിധിയിൽ വസിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൽമുഖവൽ ഹൃദയത്തിനാനന്ദമേ, തേജസ്സേഴും നിൽമുഖവൽ ഹൃദയത്തിനാനന്ദമേ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് അവിടുത്തെ സന്നിധിയിൽ വസിക്കണം? എൻ്റെ ആഗ്രഹം അത് തന്നെയാ, ഞാൻ അവിടുത്തെ പാദം ചുംബിക്കണം. കാരണം ഇഹലോകം സുഖം തരികയില്ല, മനഃശാന്തി ഈ ലോകം തരികയില്ല. എന്നാൽ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ എനിക്ക് എന്നും ആനന്ദമുണ്ട്. ആമേൻ. ലോകം നമുക്ക് ദുഃഖവും പ്രയാസവുമാണ് നൽകി തരുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും, എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ എൻ്റെ അപ്പ ഉള്ളിടത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും എന്തൊക്കെ ദുഃഖമുണ്ടെങ്കിലും യേശുവിൻ്റെ സന്നിധിയിൽ എനിക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. അത് പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാരട്ടെ. കർത്താവേ, അവിടുത്തെ കൃപ എനിക്ക് അതിമായി പകരണമേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇന്ന് പകല മനോഹരമായ ഗാനത്തിന്റെ ശരണം ഒരുമിച്ച് നാം ചേർന്ന് പാടുകയാ. എല്ലാ വിഷമതകളും മാറിപ്പോകട്ടെ. ദൈവസന്നിധിയിലുള്ള ആനന്ദം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പകൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് ആത്മസന്തോഷത്തോടെ ആത്മനിറവിൽ ഇന്ന് പകല കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഓ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഇഹലോകമോ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ മനോവേദന പലശോധന
ആശ്വസിക്കൂ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട്. ദൈവകൃപയിൽ ഞാൻ വിശ്വാസത്തോടെ പാടട്ടെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന, ഇതുപോലൊരു ദൈവമില്ല. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഇത് മകൾ വിശ്വാസത്തോടെ പാടാമോ? ഓ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. പാരാതേറിടുമ്പോൾ ആത്മനാഥനവൻ വാഴ്ചാരി ഞാൻ ആശ്വസിക്കൂ. പാരാതേറിടുമ്പോൾ ആത്മനാഥനവൻ വാഴ്ചാരി ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. അവേ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ ഹല്ലേലൂയ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. അടുത്ത സഹായകൻ താവേ. ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ
കരങ്ങൾ ഉയർത്തട്ടെ, ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തട്ടെ. നല്ല ദൈവത്തെ, കരുതുന്ന ദൈവത്തെ, നമ്മെ പുലർത്തുന്ന ദൈവത്തെ, ഓ സമാധാനം നൽകുന്ന ദൈവത്തെ, സ്നേഹത്തോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ ഇന്ന് പകൽ ആത്മനിറവിൽ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. സകല സ്തുതി സ്തോത്ര ബഹുമാനങ്ങളും ആ യേശുവിന്റെ നാമത്തിൽ അർപ്പിക്കട്ടെ. ഇവരാരവരം ശാരദരാധനമൗടരവാരവരം ശരദേ ഇരവാരവരം ധരമൗടവരം ധാരധന ദുരവരവരമൗടരദേരധരധരധാരധനേതിയാദരം ശാദര ധീരധരേതിയാദരം ധാരമൗടരം ധേരിയാദരമൗടരം ശാദരാദിയാദര ദൂരവാരവരവരവശവര ധീരധേരധരാധരാദിയാദരം ധാരമൗടരാധരാദിയാദര ധീരധേരധനം ശേദേരമൗടര. ഓ ദുബരവരവരവശദരാധരാദിയാദരദേരിയാദര ശേരേരേരേരേരവശവരദരാദര. ഓ ദം ദാരം ദാരം ദേരം ധീരം ദാരം ദുരവാരവരം ധരവൗടവരം ദേരം ശാരദര ധീരവരം വരവൗടവരം ദേ അദരം ധരധാരധരേ അദരധരവൗടവരം ധരവശദരാദരാദിയാനവ. ഓ ശേരേരേരേരേരവശംവരാദരാദിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ശരരരരവ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 
ഓ നല്ല ദൈവത്തെ, നല്ല ദൈവത്തെ, നല്ല ദൈവത്തെ, നല്ല ദൈവത്തെ, ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ പുലർത്തുന്ന ദൈവത്തെ, ഓ ഇത്ര നല്ലവനായ ദൈവത്തെ, മതിയായവനായ ദൈവത്തെ ഇന്ന് പകൽ ഒരുമിച്ച് ആരാധിക്കട്ടെ. സഭ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ീരവരം ധാരതരവശാവരാധരാധിയാനവം ഓ ദുരവരവരവൗടവരം ഭാരതനെ ഇരവരവൗടവരം ധാരതന ശാരദരേ ീരവരം ഭാരതനദരാധരതേ ദൂരവരാധിയാനവാനവശവരാധരവൗടരാ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കേണ്ട ജനം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ള പ്രിയപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. നാം ഒരുമിച്ച് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്താനായി പോവുകയാണ്. 40 വർഷം 600,000 വരുന്നൊരു ജനത്തെ പോഷിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 40 വർഷം 6 ലക്ഷത്തിലധികം വരുന്ന ജനം പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, രാവിലെ മന്ന, ഉച്ചയ്ക്കും വൈകിട്ടും കാടപ്പക്ഷി, അവരിൽ ഒരു ബലഹീനൻ പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ നേരെ ഒരു നായ പോലും കുരച്ചില്ല. അവർക്കെതിരായി വന്ന സകല രാജാക്കന്മാരെയും ദൈവം നിഗ്രഹിച്ചു കളഞ്ഞു. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഈ ഒരു കാര്യം എന്നെ വീണ്ടും ഒത്തിരി ഓർപ്പിച്ചു. ആമേൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതാമെന്ന് ഉറച്ചൊരു ദൈവമാണ്. ആമേൻ. അതുകൊണ്ട് മനസ്സേ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, 600,000 പേരുന്നൊരു ജനത്തെ എല്ലാ ദിവസവും സമൃദ്ധിയായി പോഷിപ്പിച്ച ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മകൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ആ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം എത്രയധികം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവം വഴികളെ തുറക്കും. ആമേൻ. ഇന്ന് പകൽ
ഒരു സാധ്യതകളും മുന്നിൽ കാണുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ സമയത്താണ്. നാം എത്ര പേര് ആവലോടെ കാത്തിരിക്കുന്നു, എത്ര പേർ നാം തയ്യാറോടെ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ വഴി തുറക്കും. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട, ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്ക്. നാം ചേർന്ന് പാടുകയാണ്. ക്ഷാമമേറ്റ് സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായി ഇരുന്നീടിലും കലത്തിലെ മാവ് കുറയാതെ കലശത്തിൽ എണ്ണ കുറയാതെ കർത്താവ് കാത്തുകൊള്ളും. ഇന്ന് പകൽ ശൂന്യതകൾ മാത്രമാണോ മുന്നിൽ കാണുന്നത്? എൻ്റെ കർത്താവ് നിറയ്ക്കുവാൻ മതിയായ ദൈവമാ. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട, ഒരുമിച്ച് ഈ ഗാനത്തിന്റെ ശരണങ്ങളെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിനെ ചേർന്ന് ആത്മനിറവിൽ പാടി മഹത്വപ്പെടണം. ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഓ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം. ഓ, ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകൻ എൻ്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകൻ എൻ്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം. വിശ്വാസത്തോടെ അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഓ, എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയം. ഓ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലോ. ക്ഷാമമേറ്റു സാരാഭാത്തിൽ സഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായിരുന്നു. ഓ, കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഓ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം. കാക്കകളെ നോക്കിടുവിൻ, കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. ഓ, വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഓ, എനിക്കായി കരുതാമെൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. ഓ, എനിക്കായി ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതെല്ലും നാടും കീഴിലും, ശൂരച്ചേടി തണലതിലുറങ്ങിടിലോ. ശത്രുഭീതി കേട്ടുതെല്ലും നാടും കീഴിലോ, ശൂരച്ചേടി തണലതിലുറങ്ങിടിലോ. ഓ, വന്നുണർത്തി താരും ദൂതർ കാനലടകൾ തെന്നു തൃപ്തനായി
തൃപ്തരാക്കി നടത്തിയിടും ദിനം ദിനവാ. ഓ വന്നുടച്ച് തരും ദൂതൻ കലടകൾ തിന്നോ തൃപ്തരാക്കി നടത്തിയിടും ദിനം ദിനവാ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയുള്ളൂ ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയുള്ളൂ ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല കൊയ്തു കളപ്പുരയുള്ള നിറയ്ക്കുന്നില്ല. ഓ കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല കൊയ്തു കളപ്പുരയുള്ള നിറയ്ക്കുന്നില്ല. ഓ വയലിലെ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുടഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകരന്റെ അരികിൽ വരൂ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകരന്റെ അരികിൽ വരും. അവരപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവായി തോടെനിക്കു ദാഹം തീർത്തിടോ. അവരപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവായി തോടെനിക്കു ദാഹം തീർത്തിടോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. ഓ ശിരാരാരാരേ ശമരം ഓ എനിക്കായി ശിരാരാരാരേ ശമരം ഓ എനിക്കായി ഇഹത്തിലില്ലേയുള്ളൂ ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ ശിരാരാരേ ഓ നമ്മെ കരുതുന്ന ദൈവത്തെ കാക്കുന്ന ദൈവത്തെ പുലർത്തുന്ന ദൈവത്തെ ശിരാരാരേ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം, പുതുവഴികളെ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവം, തന്റെ ഭക്തന് വേണ്ടി തന്റെ ഭക്തിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം. ദൈവത്തെ ചേർന്നാരാധിക്കട്ടെ. അതിരകളെ തുറന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. തന്റെ ഭക്തർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം.
ഭക്തർക്ക് വേണ്ടി കരുതുന്ന സർവശക്തനായ ദൈവം തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ഭാവിക്ക് വേണ്ടി കരുതുന്ന ദൈവം കരുതുന്ന ദൈവത്തെ ഇത് പകൽ ചേർന്ന് ആരാധികൾ കരുതുന്ന ഒരു ദൈവത്തെ കരുതുന്ന ഒരു തമ്പുരാനെ കരുതുന്ന ഒരു നല്ല ദൈവത്തെ ഇത് പകൽ ആ ദൈവത്തെ ആശ്രയിക്കട്ടെ കരുതുന്ന ദൈവം കരുതുന്ന ദൈവം കരുതുന്ന ദൈവം തന്റെ ഭക്തർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം കരുതുന്ന ദൈവം കരുതുന്ന ദൈവം വായി തുറന്ന് ദൈവദാസനോട് ചേർന്ന് പകൽ ദൈവസഭ ഒരുമിച്ച് പറ കരുതുന്ന ദൈവം കരുതുന്ന ദൈവം കരുതുന്ന ദൈവമേ ഇന്ന് പകൽ എത്ര പേർക്ക് ആത്മാവിൽ ധൈര്യത്തോടെ പറയാൻ പറ്റും ഞാനായിരിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയെ മാറ്റി എനിക്ക് വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. ലോകം വിധി പറയുന്ന ചില അവസ്ഥകൾക്ക് ഇന്ന് പകൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാണ്. ഇതുവരെയുള്ളത് മരുഭൂമി എന്ന അവസ്ഥയാണെങ്കിൽ ഇത് ആ മരുഭൂമിയുടെ അവസ്ഥയെ മാറ്റാൻ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ചെങ്കടലാണോ ആ ചെങ്കടലിന്റെ അവസ്ഥയെ മാറ്റാൻ
ഇന്ന് പകൽ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. യോർദാനാണോ, യോർദാന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആമേൻ. എരിഹോവാണോ, എരിഹോവിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പത്മോസാണോ, പത്മോസിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തീച്ചൂളയാണോ, തീച്ചൂളയുടെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സിംഹക്കുഴിയാണോ, സിംഹക്കുഴിയുടെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കാരാഗ്രഹമാണോ, കാരാഗ്രഹത്തിന്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്റെയും നിങ്ങളുടെയും മുൻപിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സ്വർഗം ഇതിനകത്തുണ്ട്. രോഗത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന, കടഭാരത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന, ശൂന്യതയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന, ചലഞ്ചസ് വെല്ലുവിളികളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന, ആമേൻ, ഇന്നലെ വരെ വന്ന അപവാദങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒറ്റ വാക്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ചിലരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. ചിലരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. കുഞ്ഞെ, ഞാൻ സഭയെ നോക്കി പ്രവചിക്കുകയാണ്. സഭയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. ആമേൻ. ദൈവമക്കളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. നമ്മുടെ ആത്മീയ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. നമ്മുടെ ഭൗതിക അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. തലമുറയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുകയാണ്. ഈ വേർഡ് ഞാൻ ആത്മാവിൽ പറയുന്നു. അവസ്ഥകളെ മാറ്റി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുകയാണ്. പഠിക്കാൻ കഴിയാത്തതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. രോഗമെന്ന് വിധി പറഞ്ഞതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഒരു കരുതൽ വെളിപ്പെടുത്തുന്നു. കെരീത്തിലിരിക്കുന്ന ഒരു ഭക്തന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, ആമേൻ, പാടിയതുപോലെ അവിടെ ഒരു കാകനെ ഒരുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. കുഞ്ഞെ, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്ന വഴിയിലല്ല, ഞാനും നിങ്ങളും ആമേൻ നോക്കുന്ന ചിന്തയിലല്ല ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രൊവിഷൻ വെളിപ്പെട്ടു വരുന്നത്. എത്ര പേരെന്നോട് ചേർന്ന് പറയൂ, എന്റെ അവസ്ഥ മാറ്റുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. അത് ഞാൻ വിചാരിക്കുന്ന വഴിയിലല്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന വഴിയിലല്ല. ഒന്നെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്നത് സ്വപ്നത്തിൽ പോലും ഒരു മനുഷ്യനും വിചാരിക്കാത്തതുപോലെ ഒരു കാക്കയെ കൊണ്ടായിരിക്കാം. സരഫത്തിലെ വിധവയായ മാതാവിനോട് ചോദിക്കുക, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റിയത് എങ്ങനെയാ? അവൾ പറയും, ലാസ്റ്റ് മൊമെന്റ്സ് ആണ്, അവസാന നിമിഷങ്ങളാണ്. ഇത് പറഞ്ഞു നിൽക്കുമ്പോ ഇതാ ഞാൻ കാണുന്നു ഒരു അഭിഷിക്തന്റെ കാല്, ഇതാ ഞാൻ കേൾക്കുന്നു ഒരു അഭിഷിക്തന്റെ കാലച്ച്. അവിടെ കൊണ്ട് തീർന്നില്ല, ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദത്തെ ഞാൻ കേട്ടു, ആ ശബ്ദത്തെ ഞാൻ അനുസരിച്ചു. അതെന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയെങ്കിൽ ഇന്ന് പകൽ ഈ ആലയത്തിന്റെ അകത്ത് ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു ഒരു ശബ്ദം. ഉയരത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുന്നു. എന്റെ ജനത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരണേ മതിയാകൂ. ഞാൻ ദൈവസഭയെ നോക്കി പ്രവചിക്കുന്നു, സഭയുടെ അവസ്ഥയ്ക്ക് ഭേദം വന്നേ മതിയാകൂ. ഈ സഭയുടെ അവസ്ഥയ്ക്ക് ഭേദം വന്നേ മതിയാകൂ. പ്രയർ സെന്ററിന്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നേ മതിയാകൂ. ഇന്ന് പകൽ എത്ര പേര് പറയും ആത്മാർത്ഥമായി, കർത്താവ് എന്നെ കണ്ടതിനായി സ്തോത്രം. നരദാസൻ ശുശ്രൂഷ ലീഡ് ചെയ്തപ്പോ ഒരു വാക്ക് പറഞ്ഞു, നമ്മുടെ സമയത്തല്ല, നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത്. അത് പറഞ്ഞപ്പോ കർത്താവിന്റെ അകത്ത് ആ വാക്ക് ഒത്തിരി തവണ കേട്ടിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതുമായ ഒക്കെ പദമാണ്. കർത്താവിനോട് പറഞ്ഞു, ഇതൊരു റൈറ്റ് ടൈമാണ്, ഇതൊരു കൈറോസ് ടൈമാണ്.
സഭയുടെ കൈറോസിന്റെ സമയത്ത് എത്തിയിരിക്കുക. ചില കുടുംബങ്ങൾ അതിൻ്റെ റൈറ്റ് ടൈമിൽ എത്തിയിരിക്കുക. നിങ്ങൾ എത്ര പേർ ആത്മാവിൽ പറയോ, ഈ സമയം ഞാൻ പ്രാപിക്കും, ഈ സമയം ഞാൻ പ്രാപിക്കും, ഈ സമയം ഞാൻ പ്രാപിക്കും. എൻ്റെ തലമുറ ഈ സമയം ചിലത് പ്രാപിക്കുന്നതായി മാറും. ഈ സമയം എൻ്റെ കുടുംബം ചിലത് പ്രാപിക്കുന്നതായി മാറും. ഈ സമയം എൻ്റെ ദൈവ പ്രവർത്തികൾ ഞാൻ കാണും. കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവരാ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് എത്ര പേര് പറയും, ഈ ദിവസങ്ങൾ ഞങ്ങൾ ചിലത് കാണും? ധൈര്യത്തോട് പറഞ്ഞു, ധൈര്യത്തോട് പറഞ്ഞു. കാണത്തില്ലെന്ന് ശത്രു പറഞ്ഞത് കുഞ്ഞ് നീ കാണും. അനുഭവിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞത് നീ അനുഭവിക്കും. ഞാൻ വീണ്ടും പ്രവചിക്കുകയാണ്, കാണത്തില്ലെന്ന് പറഞ്ഞത് നീ കാണും. ആമേൻ. അനുഭവിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞത് നീ അനുഭവിക്കോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിനക്ക് മുമ്പിൽ ശത്രുവിന്റെ വായ എന്റെ ദൈവം അടയ്ക്കുക. എന്തിനെന്നറിയാമോ? നീ ദൈവത്തിൻ്റെതാണെന്ന് എന്റെ ദൈവത്തിനൊന്ന് വെളിപ്പെടുത്തണോ? നീ ദൈവത്തിൻ്റെതാണെന്ന് ദൈവത്തിനൊന്ന് വെളിപ്പെടുത്തണോ? ഇതൊരു അസാധാരണ സീസണാണെന്ന് ഞാൻ ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കുകയാണ്. പ്രായവ്യത്യാസമില്ലാതെ ആത്മാവിൽ ജനം ഇത് ഏറ്റെടുക്കട്ടെ. Hallelujah. ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങുന്നു. നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറഞ്ഞു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരാശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരാശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശു സാന്നിധ്യമേ, ഇതുപോലൊരാശ്വാസം
എന്നെ താരൻ മാർവിടമേ. ഇതുപോലില്ലൊരു ഭാഗ്യം, ഓ ഇതുപോൽ ഇല്ലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലില്ലൊരാശ്വാസം എൻ്റെ താരൻ മാർവിടമേ. ഇന്ന് പകൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട് ഒരാശ്വാസത്തിന്റെ ഇടം. കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ സ്നേഹത്തിന്റെ ആഴം, ആ കരുതൽ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, അങ്ങയുടെ തിരുമേശയിൽ നിന്ന് ഇന്ന് പകൽ ഭാഗവാക്കുകളാകുന്ന ഞങ്ങളുടെ സഭയ മക്കൾ എത്ര പേരെന്നോട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ജീവിക്കുന്ന നാളുകൾ കർത്താവിൻ്റെ വലിയ കരുതലിൽ നിൽപ്പാൻ, കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയിൽ നിൽപ്പാൻ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണ്. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ചെറിയ വേദഭാഗം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. കാണുവീൻ, നാം ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നൽകിയ വാക്യത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇവിടെ പറയുന്നു, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്, നാം അവൻ്റെ മക്കളാണ്. പാസ്റ്റർ എപ്പോഴും ചോദിക്കുന്നതിനോട്ട്, ആരാണ് നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടേണ്ടത്? ദൈവം വിളിക്കണം എൻ്റെ മകൻ, നാട്ടുകാരും വിളിക്കണം ദൈവമക്കൾ. അങ്ങനെ വിളിക്കപ്പെടുവാനായി പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ തന്ന സ്നേഹമാണ് പുത്രനെ നമുക്ക് തന്ന വലിയ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പിന്നിൽ നമ്മൾ ദൈവദാസനിലൂടെ പല പ്രാവശ്യം കേട്ടതുപോലെ ഒരു അനുസരണമുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമുക്കവിടെ വെളിപ്പെടുത്തി തന്ന ഒരു ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലവും ആരാധിച്ചത്. ദൈവദാസൻ ഇവിടുത്തെ ആരാധനയിൽ പാടിയതുപോലെ, എനിക്കായി കരുതാമെന്നുറച്ചവനെ, അല്ലേ? ആ പാട്ടിൽ എന്തോ ഒരു കരുതലും ദൈവത്തിൻ്റെ എന്തോ ഒരു സ്നേഹവുമാണ് ആ പാട്ടിലൂടെയും ദൈവദാസൻ പിന്നീട് സംസാരിച്ചപ്പോഴും നാം അനുഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ദൈവദാസനുമായി സംസാരിച്ചുകൊണ്ടിരുന്നെ ഞങ്ങളൊരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ആ ദൈവദാസൻ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്ന ഒരു വൈദികനാണ്. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് നമ്മളെപ്പറ്റി ഒന്നും അറിയില്ല, നമുക്ക് നമ്മുടെ ഭാവിയെപ്പറ്റി ഒന്നും അറിയില്ല, നമ്മൾ പലതും മിടുക്കരായിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ അറിയാവുന്ന ഒരാൾക്കേ ഉള്ളൂ, ദൈവത്തിന്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, നമ്മളൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും സിനിമ ചിലപ്പോൾ കാണും, നമ്മൾ പലതും സിനിമ കാണാറുണ്ട്, അല്ലേ? ആ സിനിമ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് അടുത്തതെന്തായിരിക്കും എന്നുള്ള വലിയ വ്യഗ്രതയാണ്. സിനിമ കണ്ട് കരയുന്നവരുണ്ട്, സിനിമ കണ്ട് ചിരിക്കുന്നവരുണ്ട്, സിനിമ കണ്ട് ടെൻഷനാകുന്നവരുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ സിനിമയിലൂടെ നമുക്ക് വരാം. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരാളുണ്ട്, അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്ന് പറയും. അതിൻ്റെ ഡയറക്ടറുണ്ട്, ഒരു സംവിധായകൻ എന്ന് പറയും. ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ടെൻഷനുമില്ല. കാരണം എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ഇവർക്ക് രണ്ടുപേർക്ക്. നടന്മാർക്ക് പോലും അഭിനയിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല.
നോക്കിക്കേ, നമ്മളൊക്കെ ഒന്ന് നടന്മാരായി ചിന്തിച്ചാൽ അല്ലേ. ഞാനിവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു, ദേവദാസൻ ലോണിൻ്റെ കാര്യം പറഞ്ഞോണ്ടേ. എനിക്കും ഇതേ അനുഭവം ഉണ്ടായ. വലിയ ഓഫർ തന്നൊരു ബാങ്ക് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എല്ലാം ചെയ്തു. അവസാനം പറഞ്ഞു ഇല്ല, കിട്ടത്തില്ല. ഇപ്പോൾ ദേവദാസ ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ബാങ്കുകാർ പുറകെ നടക്കുകയാണ്. നോക്കിയേ, ദേവദാസൻ പറഞ്ഞുകൊണ്ട് ഞാൻ അത് കണക്ട് ചെയ്ത് പറയാം. നമ്മളെക്കുറിച്ചുള്ള തിരക്കഥ അറിയാവുന്നത് അത് എഴുതിയ സർവശക്തനായ ദൈവത്തിന് മാത്രമേ അറിയൂ. അതിൻ്റെ ക്ലൈമാക്സ് ദൈവത്തിനേ അറിയൂ. എൻ്റെ അനുഭവം ഒന്നുകൂടി പറയട്ടെ. പെൻഷൻ പറ്റുന്നതിന് 1 വർഷം മുമ്പേ എനിക്കൊരു ജോലി ഞാൻ പറഞ്ഞൊപ്പിച്ചു വെച്ചു. മെയ് 31 റിട്ടയർ ചെയ്യും, ജൂൺ 1 കയറും. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം അതല്ലായിരുന്നു. ഒറ്റ വർഷമാകുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് പുറത്ത് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വന്നു. നോക്കിക്കേ, എൻ്റെ ചിന്ത അവിടെ നിൽക്കാനായിരുന്നു. ദൈവത്തിൻ്റെ ചിന്ത അതല്ലായിരുന്നു. അടുത്തത് കേട്ടോണം, ഞാൻ വളരെ പെട്ടെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാതെ, വീട്ടിൽ പോലും ആലോചന ചോദിക്കാതെ, ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് കൊടുത്തു, എല്ലാം ചെയ്തു. ദൈവദാസൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഒരാഴ്ച അധിക നാൾ ഇവിടെ നിൽക്കത്തില്ല, പുതിയൊരു സ്ഥലം ദൈവം ഒരുക്കുന്നു. അപ്രകാരം സംഭവിച്ചു. എൻ്റെ പ്ലാനായിരുന്നത്. ഞാൻ ആരെങ്കിലും ചഞ്ചല മനസ്സുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നമ്മുടെ പ്ലാനല്ല, നമ്മുടെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലേ, കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നോക്കിക്കേ, നമുക്ക് ഭയങ്കര പദ്ധതികളുണ്ട് അല്ലേ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ തമ്പുരാന്റെ സ്ക്രിപ്റ്റ് പ്രകാരമേ ഇത് ഓടൂ. ഹല്ലേലൂയ. തമ്പുരാന്റെ സമയത്തേ ഇത് നടക്കൂ. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടണമെങ്കിൽ പിതാവ് നമുക്ക് വലിയ ഒരു സ്നേഹം. നോക്കിക്കേ, നമ്മൾ മക്കളാ, അതുകൊണ്ട് നമ്മളെ അവകാശികളാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനാൽ നമ്മൾ ദൈവത്തെ നന്ദിയോടെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ ദൈവം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന് 3-ാം വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നാം ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിർവഹിക്കപ്പെടണമെങ്കിൽ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. ദൈവമക്കളെന്ന് മാത്രമല്ല നമ്മളെ പറയുന്ന പേര്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അതായത് എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ 2-ാമത്തെ മക്കളെ വിളിക്കുന്ന പേരാ പ്രിയ മക്കൾ. പ്രിയ മക്കൾ എന്ന് പേര് വിളി കേൾക്കണമെങ്കിൽ ദൈവത്തെ അനുകരിക്കണം. എന്താ ദൈവത്തെ എങ്ങനെ അനുകരിക്കണ്ടേ? ദൈവം പറഞ്ഞതുപോലെ നടക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. നമ്മുടെ വഴിയിൽ എവിടെ നടന്നോ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. സത്യമല്ലേ? ഇങ്ങനെ വേണേ നമുക്ക് പറയാം, ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മുടെ പല സഭകളിൽ നിന്നിട്ടുണ്ട് അല്ലേ, ക്രിസ്ത്യാനികളായി. പക്ഷെ അന്നേരം എൻ്റെ അനുഭവം പറയുന്നത്, ദൈവമല്ലായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്നത്, വിശുദ്ധന്മാരും വിശുദ്ധമതികളും അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ഈ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ വന്നിട്ട് നമ്മൾ പിന്മാറിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, തിരിച്ച് കറക്കി ഏത് പരുവത്തിലായാലും ദൈവത്തിൻ്റെ വഴിയെ കൊണ്ടെത്തിക്കും. കാര്യം 1, നാം ദൈവമക്കളാണ്. 2, ഇപ്പം വായിച്ചു, നാം പ്രിയ മക്കളാണ്. ചുമ്മാതെ കണ്ടതല്ല അല്ലേ, നമ്മളെ ചുമ്മാതെ ദൈവം വിളിച്ചതല്ല, വിളിച്ച ദൈവം വിശ്വസ്തൻ അല്ലേ. നമ്മൾ വായിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടതാണെങ്കിൽ കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പിയർ 2:14. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നിഷ്കളങ്ക മക്കൾ. എങ്ങനെയാ നിഷ്കളങ്ക മക്കൾ എന്ന് പേര് വിളിക്കുന്നേ? വക്രതയും കോട്ടവും. വക്രത ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല.
കോട്ടമില്ലാത്ത ഒരു സമൂഹത്തെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ അനിന്യരും പരമാർത്ഥ ഹൃദയമുള്ളവരായി നിങ്ങളെ അപ്പ വിളിക്കുന്ന പേരാ നിഷ്കളങ്ക മക്കൾ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഈ 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. 2025 ഓഗസ്റ്റ് 10 ഈ വർഷത്തെ ആദ്യത്തെ ഓഗസ്റ്റ് 10. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. നാം ദൈവമക്കളെന്ന് ദൈവം വിളിക്കുവാനും മറ്റുള്ളവർ വിളിക്കുവാനും തക്ക യോഗ്യരാണോ? ആണോ അല്ലയോ എന്ന് ആ 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനിയും ദൈവമക്കളെന്ന് തന്നെയല്ല, മറ്റൊരു പേരിലാണോ അറിയപ്പെടുന്നത്? നിഷ്കളങ്ക മക്കൾ. നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, ആള് സിൻസിയറാ കേട്ടോ. നമ്മൾ പറയാറുണ്ട് നിഷ്കളങ്കന, ഒരു വിശ്വസ്തന എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവം എങ്ങനെ പറയുന്നു? നമ്മുടെ ചോദ്യം, ദൈവം എങ്ങനെ? നമ്മൾ ഓരോരുത്തരെയും വിധി കൽപ്പിക്കും. ദൈവദാസൻ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ, നമ്മൾ ചിലരെ പറ്റി പറയും അല്ലേ, നമ്മളെ ഓരോരുത്തർക്ക് നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ പറയും. പക്ഷെ എന്തെങ്കിലും കാര്യത്തിൽ അവർ തെറ്റിപ്പോയാൽ ഷോ ഇങ്ങനെയായിരുന്നു അദ്ദേഹം അല്ലേ. നമുക്ക് ആ വ്യക്തികളെ പറ്റി ഒന്നും അറിയത്തില്ല. നിഷ്കളങ്ക മക്കളാണോ മകനാണോ മകളാണോ എന്നുള്ളത് വിധിക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ടത് ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നമ്മളെങ്ങനെ ആയിരിക്കണം? പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം, അനിന്യരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ എഫേസ്യർ 5:1 നമ്മൾ വായിച്ചു, നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് പ്രിയപ്പെട്ട മകൻ, ദൈവത്തിന് പ്രിയപ്പെട്ട മക്കൾ. അവിടെ തന്നെ പല കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. അതിൻ്റെ ഈ 1 യോഹന്നാൻ 3:8 വന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. നമ്മളെ ദൈവമക്കൾ എന്നാണോ വിളിക്കുന്നത്? പ്രിയമക്കൾ എന്നാണോ വിളിക്കുന്നത്? നിഷ്കളങ്ക മക്കളാണോ വിളിക്കുന്നത്? മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, അങ്ങനൊരു പേരുള്ള മക്കളോടുണ്ട്, പിശാചിന്റെ മക്കൾ. പാപം നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ പാപം ചെയ്യുന്നവൻ ഇട്ടേക്കുന്ന പേര് പിശാചിന്റെ മകൻ എന്നാ. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് കോപത്തിന്റെ മക്കൾ അല്ലേ. നമുക്കൊക്കെ കോപമുണ്ട്, പക്ഷെ കോപം നമ്മൾ കുറച്ചുകൊണ്ടേ വരണം. കോപത്തിന്റെ മക്കൾ. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അനുസരണക്കേടിന്റെ മക്കൾ. നമുക്ക് ആദാമിനെ അറിയാം അല്ലേ, അല്ലെങ്കിൽ ഹൗവയെ അറിയാം. നമുക്ക് ആ കഥ സംഭവങ്ങളെല്ലാം അനുസരണക്കേടിന്റെ മക്കൾ. ഇന്ന് പകൽക്കാലം സമയ ചുരുക്കത്താൽ ഞാൻ നിർത്തുകയാണ്. നമ്മൾ 3-4 മക്കളുടെ പേര് പറഞ്ഞു. ഒന്ന് ദൈവമക്കൾ, 2 പ്രിയമക്കൾ, 3 നിഷ്കളങ്ക മക്കൾ, 4 പിശാചിന്റെ മക്കൾ, 5 അനുസരണക്കേടിന്റെ മക്കൾ. വേറെ പറയുന്നുണ്ട് ഇരുട്ടിന്റെ മക്കൾ, വേറെ പറയുന്നുണ്ട് വെളിച്ചത്തിന്റെ മക്കൾ അല്ലേ. നമുക്ക് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് ചോദന ചെയ്യാം ഈ വചനങ്ങളോട്. ഇതിൻ്റെ ബാക്കി ദൈവദാസൻ പറയും. ഈ വചനങ്ങളോട് നമുക്കൊന്ന് ചോദിക്കാം, ഞാൻ ഒരു ദൈവ പൈതലാണോ? ദൈവം എന്നെ എന്ത് പറയുന്നു? ലോകം എന്നെ എന്ത് പറയുന്നു? എന്ത് വിളിക്കുന്നു? ദൈവം എന്നെ നിഷ്കളങ്ക മകനായി മകളായി കാണുന്നുണ്ടോ? ലോകം അങ്ങനെ എന്നെ കാണുന്നുണ്ടോ? ദൈവം എന്നെ അനുസരണയുള്ള ഒരു മകനായി മകളായി കാണുന്നുണ്ടോ? ലോകം നമ്മളെ അങ്ങനെ കാണുന്നുണ്ടോ? നാം ഇരുട്ടിൻ്റെ മക്കളാണോ? വെളിച്ചത്തിൻ്റെ മക്കളാണോ? അനുസരണക്കേടിൻ്റെ മക്കളാണോ? നമുക്കിന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരം തന്നെ ദൈവദാസന് നന്ദി പറയുന്നു. നന്നായി കരമടിച്ച് കർത്താവിനൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതാനുഭവത്തിൽ, ആത്മീയാനുഭവത്തിൽ മക്കളെന്ന സ്ഥാനത്ത് ഏത് നിലയിലാണ് നാം ആയിരിക്കുന്നത് എന്നത് ഒന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ ഈ ഒരു പ്രബോധനം നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. മക്കളുണ്ട്, അടുത്ത് പ്രിയ മക്കളുണ്ട്, നിഷ്കളങ്ക മക്കളുണ്ട്, പിന്നെ വെളിച്ചത്തിൻ്റെ മക്കളുണ്ട്, പിന്നെ അത് വേണോ? 2 സൈഡും ഉണ്ടല്ലേ. അപ്പോൾ ഇപ്പുറത്തെ പോസിറ്റീവ് ആയതിലേക്ക് മാത്രം നമുക്കൊന്ന് നിൽക്കാം. നമുക്ക് മക്കളാകാം, പ്രിയ മക്കളാകാം, നിഷ്കളങ്ക മക്കളാകാം, അനുസരണത്തിൻ്റെ മക്കളാകാം, വെളിച്ചത്തിൻ്റെ മക്കളാകാം. ബാക്കിയുള്ളതൊന്നും നമ്മുടെ അകത്ത് പറയുക പോലും വേണ്ട. ഹലോ, സ്തോത്രം. ഇനി വേഗത്തിൽ പറയാം. ഈ പറഞ്ഞ സംഭവത്തിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി വില കൊടുക്കണം. മക്കളാകാൻ വില കൊടുക്കണം അല്ലേ? ദൈവമക്കളാകാൻ വില കൊടുക്കണോ വേണ്ടയോ?
വീട് വിടണം, കൂട് വിടണം, നാട് വിടണം, ചിന്ത വിടണം, ആഗ്രഹം വിടണം, അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകാൻ നമുക്ക് വില കൊടുക്കണം. പ്രിയ മക്കളാകാനോ അതിലും വില കൊടുക്കണം. നിഷ്കളങ്ക മക്കളാകാനോ അതിനേക്കാൾ വില കൊടുക്കണം. അനുസരണത്തിൻ്റെ മക്കളാകാനോ ചില വലിയ പാടാ. ഓക്കെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന വാക്കിനെ കൊണ്ടുവരികയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. രായിച്ചാൻ എന്താണോ അങ്ങനെ പറഞ്ഞ് നിർത്തിയെന്ന് എനിക്കറിയത്തില്ല, ബാക്കി ദേവദാസൻ കണ്ടിന്യൂ ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ അകത്തെ ദൈവവചനം ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവ് തന്ന വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. പറഞ്ഞിട്ട് ആമേൻ, ഹല്ലേലൂയ, ഞാൻ അതിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഈ വചനഭാഗവുമായി നിൽക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-7 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-7 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-7 വാക്യം. ശത്രുവിൻ്റെ വിചാരം നിന്റെ നന്മയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഒന്നും കൂടെ, ശത്രുവിൻ്റെ വിചാരം, അതിനെ ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞോട്ടെ. പിശാചിൻ്റെ വിചാരം, ശത്രുവിൻ്റെ വിചാരം, അസൂയയുടെ വിചാരം നിന്റെ നന്മയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകൽ ഇതൊരു പ്രവചന വചനമായി ആത്മാവിൽ ഏറ്റെടുത്തു. നമ്മെക്കുറിച്ച് നാം വിചാരിക്കുന്നതിനേക്കാൾ, നമ്മെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നതിനേക്കാൾ മറു സൈഡിൽ ശത്രു ചിലത് വിചാരിക്കുന്നുണ്ട്. ആ വിചാരത്തെ നിനക്ക് അല്ല, സഭയ്ക്ക് ദൈവം നന്മയാക്കി മാറ്റാൻ പോകുകയാണ്. കരമടിച്ച് കർത്താവിനൊരു നന്ദി പറയുകയാണ്. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ഓക്കെ, ഇനി ഈ വാക്യം വായിക്കാൻ പോകുകയാണ്. 6-7 വാക്യം ശബ്ദമുയർത്തി വായിക്കാം. മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ യേശു പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുന്നു. വലത് കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന്. ആരെ കുറ്റം ചുമത്താൻ? ഉറക്കെ പറഞ്ഞു. യേശുവിനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. യേശു ആമേൻ സഭയാം കുടുംബത്തിനകത്ത് എന്തു ചെയ്യുന്നു എന്ന് ആമേൻ യേശുവിൻ്റെ പ്രവൃത്തികളെ, യേശുവിൻ്റെ ശുശ്രൂഷകളെ കുറ്റം ചുമത്താൻ ചിലർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ സഭയാം കുടുംബത്തോട് നോക്കി ഞാൻ പറയാം, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാവിയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ശുശ്രൂഷയിൽ എന്തു സംഭവിക്കാൻ പോകുന്നു എന്ന്, യേശു എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ പൈശാചിക ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ദൈവപ്രവർത്തികളെ ചോദ്യം ചെയ്യണം, യേശുവിനെ ചോദ്യം ചെയ്യണം. ഇതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിചാരം അറിഞ്ഞു. ആരറിഞ്ഞു? യേശു അറിഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് പകൽ പൈശാചിക ലോകത്തിന്റെ വിചാരം അറിയുന്ന ഒരുവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം, എന്നെക്കുറിച്ച് ആമേൻ ശത്രുപക്ഷം എന്താ വിചാരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ശത്രുവിൻ്റെ വിചാരം എന്താണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ആമേൻ, നമ്മൾ കേട്ടതുമായി കണക്ട് ചെയ്ത് പറയാം, നമുക്കൊരു നല്ല അപ്പനുണ്ട്, നമുക്കൊരു നല്ല പിതാവുണ്ട്. നമ്മെക്കുറിച്ച് ശത്രു എന്തു വിചാരിക്കുന്നു എന്ന് അവൻ നന്നായി അറിയുന്നു. എൻ്റെ പൊന്നു കുഞ്ഞേ, നിന്റെ പ്രായം നീ നോക്കണ്ട. എൻ്റെ പൊന്നു കുഞ്ഞേ, നിന്റെ ആരോഗ്യം നീ നോക്കണ്ട. എൻ്റെ പൊന്നു കുഞ്ഞേ, നിന്റെ പ്രസന്റ് സിറ്റുവേഷൻ നീ നോക്കണ്ട. നിന്നെ ഉയർത്തത്തില്ലെന്ന് വിചാരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തിന്റെ വിചാരം അറിയുന്ന ഒരുവൻ. നിങ്ങൾ ചിന്തിക്കണം. ആമേൻ, ഈ ശാസ്ത്രിമാരും പരീശന്മാരും മറഞ്ഞിരുന്നു കൊണ്ട് വിചാരിക്കുമ്പോൾ ആമേൻ അതിനെ അറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശത്രുവിന്റെ വിചാരം അറിഞ്ഞ്
ദൈവം തൻ്റെ ജനത്തെ അവിടുന്ന് ഹോണർ ചെയ്യാൻ പോവാ. അതാണ് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കൊണ്ടുവരുന്ന ഒരു അനുഭവം. വായിക്കാം. ആമേൻ. വായിച്ചാട്ടെ. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അടുത്ത വായിച്ചോ. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു. അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈക്ക് സൗഖ്യം വന്നു. സ്തോത്രം. ഇനിയും അടുത്ത കുറച്ച് സമയങ്ങൾ നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കുക, ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. സ്തോത്രം. പള്ളിക്കകത്ത് വന്നിരിക്കുന്ന വരണ്ട കൈയുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രിയുടെയും പരീശന്റെയും കൂട്ടം, ആ മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്ന യേശു കർത്താവ്. സ്തോത്രം. വരണ്ട കൈയോടുകൂടെ നിൽക്കുന്നവനിൽ എന്തു സംഭവിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ ഉള്ളിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം, യേശു ഇവനിൽ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ഉള്ളിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം, ഇവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് ഇവനെ സൗഖ്യമാക്കാൻ പോകുകയാണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം. അതിൻ്റെ നടുവിൽ ആമേൻ ഇവനിൽ സൗഖ്യമാകേണ്ട സമയം, ഇവൻ സൗഖ്യമാകേണ്ട മേഖലയിൽ ഇവനോട് യേശു പറയുന്ന ചില ശബ്ദം. സ്തോത്രം. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശത്രുവിന്റെ വിചാരങ്ങളെ അറിഞ്ഞ് നിന്നോട് അവരുടെ നടുവിൽ നിന്ന് യേശു പറയുന്ന ശബ്ദത്തെ നീ കേൾക്കാൻ റെഡിയായാൽ, നിന്നെ മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന്, പ്രിയ മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന്, അവൻ നിന്നെ നിഷ്കളങ്ക മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ അനുസരണത്തിന്റെ മക്കൾ എന്ന ലെവലിലേക്ക് ഇന്ന് പകലിൽ ഉയർത്തിക്കൊണ്ടുവന്ന് പരസ്യമായി ആദരിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ഇതിനകത്തുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ എത്ര പേർ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയൂ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. പോരാ 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 പോരാ. ശ്രദ്ധിച്ചേ. നമുക്ക് വരുന്ന ഒരു പ്രശ്നം, നമുക്ക് വരുന്ന ഒരു അനുഭവം, നമുക്ക് വരുന്ന ഒരു വേദന എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു അനുഭവം എന്നു ചോദിച്ചാൽ, ആമേൻ, നമ്മൾ ദൈവശബ്ദത്തെക്കാൾ കൂടുതൽ ശത്രുവിൻ്റെ വിചാരങ്ങളെ ഗമനിക്കുകയാണ്. ശത്രുവിൻ്റെ വിചാരങ്ങളെ നമ്മൾ എന്ത് ആമേൻ ശ്രദ്ധ കൊടുക്കുകയാണ്, നമ്മൾ അതിലേക്ക് വില കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ആമേൻ ആത്മാർത്ഥമായി ഞാൻ പറയാ, അവന്റെ വിചാരങ്ങളല്ല നിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. അവന്റെ ദുഷ്ടവിചാരങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്തുണ്ട്. എത്ര അമ്മമാർ ഈ പകലിൽ എന്നോട് ചേർന്ന് പറയൂ, അതെന്റെ തലമുറകളിൽ ഞങ്ങൾ കാണും. ദൈവം ഞങ്ങളുടെ തലമുറകളെ ഹോണർ ചെയ്യുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു. എന്നോട് കർത്താപ്പച്ച പറഞ്ഞ വാക്കിതാണ്, ശത്രുവിന്റെ വിചാരങ്ങൾ നിന്റെ അനുഗ്രഹമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ വിചാരങ്ങൾ നിന്റെ നന്മയാക്കാൻ പോകുകയാണ്. രാജൻ പറഞ്ഞതുപോലെ മക്കളെന്ന സ്ഥാനത്ത്, നിഷ്കളങ്ക മക്കളെന്ന സ്ഥാനത്ത്, പ്രിയ മക്കളെന്ന സ്ഥാനത്ത്, അനുസരണത്തിന്റെ മക്കളെന്ന സ്ഥാനത്ത്, വെളിച്ചത്തിന്റെ മക്കളെന്ന സ്ഥാനത്ത് ഈ ദിവസങ്ങൾ ദൈവത്തിന് ചിലരെ പരസ്യമായി ഉയർത്തിയെടുക്കാൻ, പരസ്യമായി മാനിക്കാൻ, പരസ്യമായി അവൻ നന്മ നൽകാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഇതിനകത്തുണ്ട്. ഞാൻ ആത്മാവിൽ അത് ഡിക്ലെയർ ചെയ്യുന്നു. അതെന്നിൽ സംഭവിക്കുമെന്ന് പറയുന്നവർ, ഓ ജീസസ്, ഹല്ലേലൂയ. ഇനി വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കുക. അവൻ മറ്റൊരു ശബ്ദത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുന്നു. പറഞ്ഞാട്ട് ഉപദേശിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് ഉപദേശിക്കുന്നു. എവിടെ ഉപദേശിക്കുന്നു? പള്ളിയിൽ ഉപദേശിക്കുന്നു. ശാസ്ത്രിമാർ ഇത് കേൾക്കുന്നു,
പരീശന്മാർ ഇത് കേൾക്കുന്നു, കൈ വരണ്ട മനുഷ്യനും ഇത് കേൾക്കുന്നു, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ എടുത്തു പറയുന്ന ഗ്രൂപ്പാണല്ലോ ശാസ്ത്രി, എടുത്തു പറയുന്ന ഗ്രൂപ്പാണ് പരീശൻ, ആമേൻ, എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വമാണ് വരണ്ട കൈയുള്ള മനുഷ്യൻ. ഇവരെല്ലാവരും ഇത് കേൾക്കുകയാ. പക്ഷെ ശാസ്ത്രി കേൾക്കുന്നത് പോലെയല്ല, പരീശൻ കേൾക്കുന്നത് പോലെയല്ല ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ കേൾക്കുന്നത്. അവൻ കേട്ട രണ്ട് അനുഭവങ്ങൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. ആമേൻ, 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട്, എനിക്കിതാ ഇഷ്ടം, അവരുടെ വിചാരം അറിഞ്ഞിട്ട് വരണ്ട കൈയുള്ളവനോട് യേശു. നിങ്ങൾ എത്ര പേർ ആമേൻ ഇന്ന് പകൽക്കാലം ഇത് പറയുന്നു? ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നമ്മുടെ ഉയർച്ച കാണരുതെന്നും നമ്മുടെ നന്മ കാണരുതെന്നും നമ്മുടെ സൗഖ്യം കാണരുതെന്നും വിചാരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ വിചാരത്തെ അറിഞ്ഞിട്ട് യേശു നിന്നോട് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്താ പറയുന്നറിയാമോ? ആ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ, ഹല്ലേലൂയ. വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പള്ളിഭക്തരുടെയും ആത്മീയ ആമേൻ വേഷധാരികളുടെയും നടുവിൽ സാധാരണയിൽ സാധാരണപ്പെട്ട എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വരണ്ട മനുഷ്യനോട് യേശു പറയാ, നീ എഴുന്നേൽക്കാൻ മാത്രമല്ല എഴുന്നേറ്റിട്ട് ഇവരുടെ നടുവിൽ നിൽക്കണം. എന്റെ ചോദ്യം, ആരുടെ നടുവിൽ നിൽക്കണം? നിന്നെ സൗഖ്യമാക്കുമോ എന്ന് ഉള്ളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്നെ പരിഹസിക്കുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിനക്ക് ഗതി വരത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിനക്ക് ആമേൻ നന്മ ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ തലമുറ മാനിക്കപ്പെടത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിന്റെ കഥ കഴിഞ്ഞെന്ന് പറയുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ. ശബ്ദരാധന. എന്റെ വാക്കിൽ പറഞ്ഞാൽ ഈ മകൻ, ഈ നിഷ്കളങ്ക മകൻ, ഈ പ്രിയ മകൻ, ഈ അനുസരണത്തിന്റെ മകൻ, ആ വെളിച്ചത്തിന്റെ മകനായ യേശുവിന്റെ മുൻപിൽ അങ്ങ് എഴുന്നേറ്റ് നിന്നു. അവൻ കാണുന്നത് കൂടെ നിൽക്കുന്ന ശാസ്ത്രിമാരെയല്ല, അവൻ നോക്കുന്നത് കൂടെ നിൽക്കുന്ന പരീശന്മാരെയല്ല, അവരുടെ വാക്കുകളല്ല. അവന്റെ ലക്ഷ്യം മുഴുവൻ അവനോട് പറഞ്ഞ യേശുവിന്റെ മുഖമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആരോടോ ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രവചിക്കുകയാണ്. നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ ആരോഗ്യത്തെ നോക്കി, നിന്റെ നന്മയെ നോക്കി നിനക്ക് ഉയർച്ച വരത്തില്ലെന്ന്, നിന്നെ സൗഖ്യമാക്കുമോ എന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നീ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായാൽ നിന്നെ ഒരു അത്ഭുതമാക്കാൻ. ഓ, എത്ര പേർ അത് വിശ്വസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ എനിക്ക് ദൂതിന് ഭയങ്കര ഒരു കൺഫർമേഷൻ ഉണ്ട്. കർത്താവിനോട് പറഞ്ഞു, ഈ നാളുകൾ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാ. അവിടെയാണ് ഞാൻ രാജ്യം കൊണ്ടുവന്ന വേർഡ് ഞാൻ കണക്ട് ചെയ്യുക. എൻ്റെ മക്കളാണെന്ന് ചിലരുടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. അത് ചിലർ മക്കളാകും, ചിലർ പ്രിയ മക്കളാകും, ചിലർ നിഷ്കളങ്ക മക്കളാകും, ചിലർ അനുസരണത്തിന്റെ മക്കളാകും, ചിലർ വെളിച്ചത്തിന്റെ മക്കളാകും. ദൈവം അത് വെളിപ്പെടുത്താൻ പോകുകയാ. ലോകം നോക്കുമ്പോൾ വരണ്ട കൈയാ, ലോകം നോക്കുമ്പോൾ ശാസ്ത്രിയുടെ അത്രയും വിദ്യാഭ്യാസമില്ല, ലോകം നോക്കുമ്പോൾ പരീക്ഷന്റെ അത്രയും സ്ഥാനമില്ല. പക്ഷെ ഇന്ന് നീ ദൈവത്തിൻ്റെതാണെന്ന് എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. അതിന് ആർ യു റെഡി ടു സ്റ്റാൻഡ് അപ്പ്? നീ എഴുന്നേൽക്കാൻ റെഡിയാണോ? നീ ഒന്ന് എഴുന്നേൽക്കാൻ റെഡിയാണോ? നിന്നെ ഉയർത്തി പുറത്തു കൊണ്ടുവരാ. ഇന്ന് പകൽ എന്റെ ദൈവം വിശ്വസ്തനാ. പോരാ 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 പോരാ. ഇത് ചിലരുടെ അകത്തേക്ക് ആഴത്തിൽ കയറട്ടെ, ചിലരുടെ അകത്തേക്ക് ആഴത്തിൽ കയറട്ടെ. ഞാനൊരു ദൈവ പൈതലാണ്, എനിക്ക് ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ ഒക്കത്തില്ല, എന്റെ കുടുംബത്തിൽ അത് കാണത്തില്ല എന്ന് നിന്നോട് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് പകൽ നീ ആത്മാർത്ഥമായി അവരുടെ മുഖത്ത് നോക്കി കളിയാക്കിക്കൊണ്ടല്ല, നിന്റെ പ്രത്യാശയോടെ നീ പറ, എന്റെ ദൈവം എന്നെ ഉയർത്തുന്നതാണ്. വചനത്തിനകത്തും നമ്മുടെ ജീവിത അനുഭവത്തിനകത്തും നമുക്കറിയാം എന്തു സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ടല്ലേ.
മോശയെ കൊണ്ടൊന്ന് വെള്ളത്തിൽ ഞാങ്ങണപ്പെട്ടിക്കകത്താക്കി വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് അവിടെ ഒരാൾ മാറി നിന്ന് നോക്കി നിൽക്കുക. എന്താ സംഭവിക്കുന്നത്? എന്നാ സംഭവിച്ചേ? ഒറ്റ വാക്ക് ഞാൻ പറയാം. നോക്കി നിന്നവരുടെ സ്വപ്നത്തിലല്ല, രണ്ട് ജീവിതം അവൾ ജനിച്ച് ജീവിച്ചാലും ചിന്തിക്കാൻ പറ്റാത്തതുപോലെ അവിടെ സംഭവിക്കുക. ആണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരെ കൊണ്ട് തീക്കകത്തിട്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു കൂട്ടം ഇപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്റെ ആയുഷ്കാലമെന്നല്ല, ആമേൻ, നിന്റെ 2 ആയുഷ്കാലം നീ നോക്കിയാൽ, ആമേൻ, ഹല്ലേലൂയ, പിടികിട്ടാത്തത് ഇവിടെ സംഭവിക്കുക. തീയുടെ ശക്തി കെട്ടുപോകുക. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കൊണ്ട് സിംഹക്കുഴിക്കകത്തിട്ടിട്ട് ഗാലറി മുഴുവൻ നോക്കിയിരിക്കുക. എന്തു ഭവിക്കുന്നത്? ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുടെ ഗാലറികളെ, ആമേൻ, അമ്പരപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പറയാം, നോക്കി നിൽക്കുന്നവർ നോക്കി നിൽക്കട്ടെ. നീ നടുവിൽ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. നിങ്ങളെന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഈ മനുഷ്യനോട് പറയുന്ന ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ സത്യത്തിൽ പേര് പോലും അവിടെ പറയുന്നില്ല, കുലം പറയുന്നില്ല, സാഹചര്യം പറയുന്നില്ല, ഒറ്റ അവസ്ഥയെ പറയുന്നുള്ളൂ. വരണ്ട കൈയാണ്, വരണ്ട കൈയാണ്, വരണ്ട കൈയാണ്. ഇദ്ദേഹത്തോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ്. പറഞ്ഞേ, എഴുന്നേറ്റ്. ഉറക്കെ പറ. നമ്മൾ പറയുന്ന കർത്താവ് എഴുന്നേക്കാം, പക്ഷേ ഈ നടുവിൽ നിൽക്കാൻ പാടാ. ഹലോ, ഞാൻ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോക്കോളാം, പക്ഷേ എഴുന്നേറ്റ് പറ, നടുവിൽ നിൽക്ക. സ്വർഗത്തിൽ വലിയൊരു മൗനതയുണ്ട്. ഞാൻ വേണേൽ പറ്റുന്ന പോലെയൊക്കെ സ്വത്രാഴ്ചയൊക്കെ തരാം, ദശാംശവും തരാം. ഇനി മിഷന് വേണ്ടി എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് സൺഡേ ഞാൻ ഓഫറിങ് സ്പെഷ്യലായിട്ട് വിടാം. പക്ഷേ എഴുന്നേറ്റ്, ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തെ ആദ്യത്തെ പ്രശ്നം പറയാം. ഈ വരണ്ട കൈ എല്ലാവരും കാണും. ഹലോ, നമ്മുടെയും പ്രശ്നം അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മൾ പറയും ഞാനങ്ങ് സഹിച്ചോളാം, ഇതാരും അറിയണ്ട. ഇന്ന് പകൽ നിന്റെ ബലഹീനത വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പരസ്യമാക്കുന്നു എന്ന് തോന്നിയാൽ അത് നിന്റെ അപമാനത്തിനല്ല, നിന്നെ അപമാനിക്കാനുമല്ല, അതെൻ്റെ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാ. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നീ എഴുന്നേറ്റ് നിൽക്കുക തന്നെ വേണം. അതും നടുവിൽ നിൽക്കാൻ പറഞ്ഞാൽ നടുവിൽ നിൽക്കണം. ഹല്ലേലൂയ. ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മളെ ഹോണർ ചെയ്യുന്നവരുടെ മുമ്പിൽ നമ്മളെ ഹോണർ ചെയ്യാനല്ല ദൈവത്തിന് ഇഷ്ടം. നമ്മളെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ ഹോണർ ചെയ്യാനാണ് ദൈവത്തിന് ഇഷ്ടം. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാനല്ല ഇഷ്ടം. നമ്മെ സ്നേഹിക്കാതെ നമ്മളെ വെറുക്കുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതായി വെളിപ്പെടുത്താനാണ് ദൈവത്തിന് ഇഷ്ടം. നിന്നെ കരുതുന്നവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ചിലത് കരുതാനല്ല ദൈവത്തിന് ഇഷ്ടം. നിനക്ക് വേണ്ടി കരുതാത്തവരുടെ മുമ്പിൽ ഞാൻ കരുതുമെന്ന് പരസ്യമായി വെളിപ്പെടുത്താനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ഈ മകനോട് പറഞ്ഞു, വരണ്ട കൈയുള്ളവനോട് പറഞ്ഞു, നിനക്ക് എന്നാ ചെയ്യുന്നെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഇവരുടെ മുമ്പിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആമേൻ. ഇവിടെ പ്രിയ മകൻ്റെ അനുസരണം കണ്ടോ? ആ അനുസരണത്തിന്റെ മകനായിട്ട് നിന്നിട്ട് അവരുടെ നടുവിൽ എന്ത് ചെയ്തു? അടുത്ത വാക്യം വായിച്ചേ. എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട്, യേശു ആരോടാ? നിന്നെ നിർത്തിയിട്ട് നിന്നോട് സംസാരിക്കത്തില്ലെന്നേ. നമ്മുടെ ചെന്ന് എത്ര നാളായി ഞാനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, കർത്താവ് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുക, പിന്നൊന്നും എന്നോട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല അല്ലേ, നമ്മളോടൊന്നും. സ്തോത്രം. എൻ്റെ യേശുപ്പയുടെ സ്നേഹത്തിൻ്റെ ഭയങ്കര സംഭവങ്ങൾ എനിക്കിതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഇവനെ വരണ്ട കൈയുള്ള ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കർത്താവ് അവരോട് പറയുക. ആരോടാ? ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്നവരോട് ദൈവം സംസാരിക്കാൻ പോവുക.
ആ സംസാരം വേറെയാ, പക്ഷെ അവരോട് സംസാരിക്കാൻ പോവാ. എന്നെ സംസാരിക്കുന്നേ? വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചു. യേശു അവരോട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേര് എന്നോട് ചേർന്ന് ഈ ദൂതിൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ പറയണ്ടേ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഞാനത് സ്വീകരിക്കുകയാണ്. ആമേൻ. നമുക്ക് എന്തു ഭവിക്കുന്നു എന്ന് നോക്കി നിൽക്കുന്നവരോട് കർത്താവ് ഈ ദിവസങ്ങൾ ചിലത് ചോദിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. അടുത്ത്, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതു വിഹിതമെന്ന് പറഞ്ഞു. അടുത്ത്, അവരെ എല്ലാം ഒന്ന് ചുറ്റും നോക്കി. രണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, വിരോധമായി നിൽക്കുന്നവരോട് ദൈവം ചിലത് ചോദിക്കാൻ പോകുകയാ. നിങ്ങൾ എത്ര പേര് ആമേൻ പറയും? രണ്ട്, അവരെ എല്ലാം ഒന്ന് ചുറ്റും നോക്കാൻ പോകുകയാ. ഹലോ 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 നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് ഇന്ന് പകൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം, കർത്താവ് ശത്രുപക്ഷത്തോട് ചിലത് ചോദിക്കാൻ പോകുകയാ. ആ ചോദിക്കുന്നതിന് ഒറ്റ വാക്കിൽ ഞാൻ പറയാ, വിഹിതമായത് എന്താണെന്ന് ദൈവം ചോദിക്കാൻ പോകുകയാണ്. ആമേൻ. അത് ചോദിച്ചിട്ട് കർത്താവ് എല്ലാവരെയും ഒന്ന് എന്ത് ചെയ്യുക? ചുറ്റും നോക്കി തുടങ്ങിയാൽ നീ ശ്രദ്ധിച്ചോ, അടുത്ത നിന്റെ രണ്ടാമത്തെ ശബ്ദം വരാൻ പോവാ. അടുത്ത ശബ്ദം വായിച്ചോ. കൈ നീട്ടുക എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ മനുഷ്യനോടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താ? ഒന്ന്, ഉറക്കെ എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക. രണ്ട്, കൈ നീട്ടുക. ഇത് രണ്ടും ഇന്ന് പകൽ ചർച്ചിനോട് ഞാൻ ഡിക്ലെയർ ചെയ്യുക. കർത്താവ് ചിലരോട് പറയുന്നു എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക. കർത്താവ് ചിലരോട് പറയുന്നു കൈ നീട്ടുക. നിന്റെ വരണ്ട കൈ നീട്ടുക, നിന്റെ ശൂന്യമായ കൈ നീട്ടുക, നിന്റെ പരാജയപ്പെട്ട കൈ നീട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഈ വരണ്ട കയ്യെ തൊടാൻ ശാസ്ത്രി കാണില്ല, ഈ വരണ്ട കയ്യെ തൊടാൻ ഒരു പരീശൻ കാണില്ല, ഈ വരണ്ട കയ്യെ തൊടാൻ ഒരു അപ്പൻ കാണില്ല, ഈ വരണ്ട കയ്യെ തൊടാൻ ഒരു അമ്മ കാണില്ല. പക്ഷെ ഇന്ന് ആലയത്തിനകത്ത് വരണ്ട കയ്യെ തൊടുവാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ വരണ്ട കയ്യെ തൊടുന്ന ഒരുവൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയാ, ചിലരെ മക്കളാക്കി മാറ്റണം, ചിലരെ പ്രിയ മക്കളാക്കി മാറ്റണം, ചിലരെ നിഷ്കളങ്ക മക്കളാക്കി മാറ്റണം, ചിലരെ അനുസരണത്തിന്റെ മക്കളാക്കി മാറ്റണം, ചിലരെ വെളിച്ചത്തിന്റെ മക്കളാക്കി മാറ്റണം. അതിനുവേണ്ടി അപ്പ പറയുക, കൈ നീട്ടുക. നീ എഴുന്നേറ്റ് ഇവരുടെ നടുവിൽ നിന്നിട്ട് കൈ നീട്ടുക. നോക്കിയത് ചുറ്റുമുള്ളവരെയാണ്, ആമേൻ. ചോദിച്ചത് മറ്റുള്ളവരോടാണ്. പക്ഷെ നിന്നോട് പറയുന്നു നീ കൈ നീട്ടുക. സ്തോത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മകനെ. വായിക്കാം അടുത്ത്. കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ ഉറക്കെ പറഞ്ഞു. നടക്കത്തില്ലെന്ന് ശത്രു വിധി പറയുന്ന ചിലത് സംഭവിക്കണമെങ്കിൽ കർത്താവ് പറയുന്നത് അതുപോലെ ചെയ്യണം. നടക്കത്തില്ലെന്ന് ലോകം വിധി പറയുന്ന ചിലത് സംഭവിക്കണമെങ്കിൽ ദൈവ ശബ്ദത്തെ അതുപോലെ അനുസരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ അനുസരിക്കരുത്, കർത്താവ് പറയുന്ന പോലെ അനുസരിക്കണം. ആമേൻ, ആമേൻ. അവൻ അതുപോലെ, ആമേൻ. ഉറക്കെ പറഞ്ഞേ. ഒരു തീരുമാനം എടുക്കാവോ? എൻ്റെ കർത്താവ് പറയുന്ന പോലെ. നിങ്ങൾ ഓർത്തോണം, ഈ കർത്താവ് ഒരു ശബ്ദം പറഞ്ഞ് പോയാൽ അപ്പുറത്ത് ശാസ്ത്രി അതിനെ വിലക്കാൻ കാണും, പരീശൻ അതിനെ വിലക്കാൻ കാണും, അവരതിനെ എന്ന് പറയേണ്ടത് വിധിക്കാൻ കാണും. ആമേൻ. ചിലപ്പോൾ അപ്പൻ്റെ രൂപത്തിൽ വരും, ചിലപ്പോൾ അമ്മയുടെ രൂപത്തിൽ വരും, ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ വരും. പക്ഷേ ഇന്ന് പകൽ നീ ധൈര്യത്തോടെ പറയണം, എൻ്റെ അപ്പനാണ് ഇത് എന്നോട് പറഞ്ഞത്. പോരാ 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 പോരാ. കർത്താവിനേക്കാൾ അധികം, കർത്താവിൻ്റെ ശബ്ദത്തെക്കാൾ അധികം മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാൻ നീ പോകാത്ത വിധത്തിൽ നീ ഒരു മകനായി, പ്രിയ മകനായി, നിഷ്കളങ്ക മകനായി, അനുസരണത്തിൻ്റെ മകനായി, വെളിച്ചത്തിൻ്റെ മകനായി ഇന്ന് പകൽക്കാലം മാറാമെങ്കിൽ ശാസ്ത്രി നോക്കി നിൽക്കെ, പരീശൻ നോക്കി നിൽക്കെ, എല്ലാവരും ആമേൻ വിഹിതമായത് പറയാൻ മടിച്ചു നിൽക്കെ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി അവര് തൊടാത്ത നിന്റെ ബലഹീനമായ വരണ്ട കരത്തെ തൊട്ട്
അടുത്ത വാക്ക്, അവന് കൈക്ക് സൗഖ്യം വന്നു. മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു, അവന്റെ കൈക്ക് സൗഖ്യം വന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സൗഖ്യം വരണം? നമ്മുടെ ഭാഷ, നമ്മുടെ ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, പണ്ട് അപ്പച്ചന്മാർ പറഞ്ഞതുപോലെ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് വേണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാ ബന്ധവും, നമുക്ക് എല്ലാവരും വേണം. ആ കൂടെ ആരും വേണം? ഉറക്കെ പറ. പക്ഷേ ഇന്ന് പകൽ ലോകത്തിൽ ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മുൻപിൽ നിന്നുകൊണ്ട് വരണ്ട കൈയുള്ളവനോട് കൈ നീട്ടാൻ പറയുമ്പോൾ കർത്താവ് പറയാ, എടാ ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവന്മാരിങ്ങനെ നോക്കി നിൽക്കുക. രണ്ട് കാര്യം. ഒന്ന്, ഞാൻ എന്തു ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അർത്ഥം, ദൈവപ്രവൃത്തി എന്ത് നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. രണ്ട്, ഇവനിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. അർത്ഥം, ഈ വരണ്ട കൈയുള്ളവൻ്റെ ഈ വരൾച്ച മാറുമോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് രണ്ടും ഇന്ന് പകൽ ചർച്ചിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബം ഒരു ദൈവപ്രവൃത്തിയുടെ കുടുംബമായി മാറാൻ പോകുകയാണ്. നിന്റെ അകത്ത് ഇതുവരെ വിധി പറഞ്ഞ ശൂന്യതകൾ, നിന്റെ അകത്ത് ഇതുവരെ വിധി പറഞ്ഞ പരാജയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് മാറാൻ പോകുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, എൻ്റെ കുടുംബം ഒരു ദൈവപ്രവൃത്തിയുടെ കുടുംബമായി മാറണമെന്ന്. എൻ്റെ ഭവനം, എൻ്റെ വാഹനം, എൻ്റെ തലമുറ, എൻ്റെ കുടുംബജീവിതം ഒരു ദൈവപ്രവൃത്തിയുടേതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ശബല റബാന റാംദൽ കമാനിയ. ആമേൻ. ഹല്ലേലൂയ. രണ്ടും നിന്റെ വരൾച്ച മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തിനകത്തൊരു വരൾച്ച മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, എൻ്റെ അവസ്ഥ മാറുന്ന സമയമായി? നോറൊക്കെ പറയാം, എൻ്റെ അവസ്ഥ മാറുന്ന സമയം, എൻ്റെ അവസ്ഥ മാറുന്ന സമയമായി, എൻ്റെ അവസ്ഥ മാറുന്ന സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉടനെ അവൻ എന്ത് ചെയ്തു? അങ്ങനെ അവൻ അങ്ങനെ ചെയ്തു, അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. ആമേൻ. ചിലരോട് കർത്താവ് പറയുന്ന വേണ്ടതാണ്, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തോ, നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സൗഖ്യമാവും. ശത്രു വിചാരിച്ച ദോഷം നിന്റെ അകത്ത് നന്മയായി മാറും. ശത്രു വിചാരിച്ച തിന്മ നിനക്ക് ദൈവം നന്മയാക്കി മാറ്റും. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടന്റെ തന്ത്രങ്ങൾ നിനക്ക് മുമ്പിൽ ആമേൻ അടയപ്പെടുവാൻ സീസണാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ആലയത്തിനകത്ത് ചില വരണ്ട കൈയുള്ള ആമേൻ ചിലരെ സൗഖ്യമാക്കി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി നിർത്താൻ എൻ്റെ സ്വർഗത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച്, ഞാൻ അടുത്ത അല്പസമയം നിങ്ങളോട് പ്രവചിക്കാൻ പോവുകയാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൽ ഞാൻ ഈ വേർഡ് ഇവിടെ നിർത്തി ഞാൻ നിങ്ങളോട് പ്രവചിക്കാൻ പോവുകയാണ്. നിന്നെ നിന്ദിക്കുന്നവരുണ്ടോ? നിന്നെ പരിഹസിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് സമയമായി. നിന്നെ വേദനിപ്പിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമയമായി. ശൂന്യതയുടെ മേൽ ശൂന്യത വരുന്നു, ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ സമയമായി. എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കുക. ആരാണ് ദൈവശബ്ദം കേൾക്കുന്നത്? മക്കൾ, പ്രിയ മക്കൾ. ദാസന്മാരെക്കാൾ കൂടുതൽ പിതാവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നത് എപ്പോഴും മക്കളായിരിക്കും. ഞാൻ ആ വേർഡ് എടുത്തത് കൊണ്ട് കണക്ട് ചെയ്ത് പൊക്കോട്ടെ. മക്കളെക്കാൾ പ്രിയ മക്കളായി, നിഷ്കളങ്ക മക്കളായി, അനുസരണത്തിൻ്റെ മക്കളായി. ആമേൻ. നമുക്കിന്ന് പകൽക്കാലം മാറി ആ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തോടു കൂടെ, വെളിച്ചത്തിൽ വസിക്കുന്ന പിതാവിനോട് കൂടെ, വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കണ്ണുകളൊന്നടച്ചേ. ശബ്ദലാദീപൽ ഘടകമനാദി റാംദൂലിയാന്തരാറീബൽ ഘടകമന. എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ, ഈ വചനം അപ്പനോട് സംസാരിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്ന വെളിപ്പാടിലേക്ക് ഞാൻ നിങ്ങളെ സഭയെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ശബ്ദൽ ഘടകമനാദി. ഒന്ന് 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 നിനക്ക് ലഭിക്കേണ്ടതായ നിന്റെ അവകാശത്തെ, നിനക്ക് ലഭിച്ച നിന്റെ അവകാശത്തെ, അത് ഭൂമിയാകാം, വീടാകാം, ആമേൻ, അവകാശത്തെ ശത്രു ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് പകൽ ദൈവം വിഹിതമായത് ചെയ്യാൻ ഇറങ്ങി വരികയാണ്.
ഞാൻ അതുകൊണ്ട് ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ആമേൻ. അതിൻ്റെ പരിചയത്തിൽ പറയുകയല്ല, ഞാൻ ദൈവശബ്ദമായിട്ട് പറയുക. ചിലരുടെ മണ്ണിനോടുള്ള ശാപം ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. 2, ലീഗൽ പേപ്പർ വർക്കുകളുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ഹല്ലേലൂയ മുടങ്ങിക്കിടന്ന മേഖലകൾ, തടഞ്ഞുകിടന്ന മേഖലകൾ, ആമേൻ, ഈ ദിവസങ്ങൾ ദൈവം തൻ്റെ മക്കൾ എന്ന നിലയിൽ വിഹിതമായത് ചെയ്ത് കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഞാനത് കണ്ട കാഴ്ച പറയാം. പേപ്പർ വെയിറ്റ് വെച്ചിരിക്കുന്ന ഒരു ഓഫീസ് ടേബിളിൽ പേപ്പർ വെയിറ്റ് വെച്ചിരിക്കുന്ന ചില പേപ്പറുകൾ, ഫയലുകളല്ല, ചില പേപ്പറുകൾ, അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ പറയുന്നു. ആ പേപ്പർ വെയിറ്റ് എടുത്തു മാറ്റിയിട്ട് ആ പേപ്പറുകളിൽ സൈൻ ചെയ്യുന്ന ഒരുവന്റെ കരം ഞാൻ കാണുകയാണ്. എനിക്ക് ആത്മാവിൽ ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നോട് ഫോഷ്ക്ക് പറഞ്ഞു പോകത്തില്ല. എനിക്ക് ആത്മാവിൽ ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായ ആമേൻ വഴികൾ തുറക്കും. സഭയ്ക്ക് വേണ്ടി അത് ചെയ്യും. ഇന്ന് പകൽ ചിലരുടെ മുമ്പിൽ പേപ്പറുകളെ ദൈവം നീക്കുകയാണ്. മൂന്ന് കർത്താവ് നിനക്ക് വിഹിതമായത് ചെയ്യുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവിൽ ആ ദൂത് നിങ്ങളുടെ മുമ്പിൽ കൈമാറാം. ചിലരുടെ അകത്ത് ഒരു ഭയം ഭരിക്കുന്നുണ്ട്. ഒരു ഭയം. കുഞ്ഞ്, നീ ആരോടും പറയാതെ നിൽക്കുന്ന നിന്റെ അകത്ത് നിൽക്കുന്ന ചില ഭയങ്ങൾ ഞാനത് ഈ സഹോദരിമാരുടെ ഭാഗത്ത് ശക്തമായി കാണുകയാണ്. പ്രത്യേക ആദ്യത്തെ ഒരു 2-3 ലൈൻ ചേർ കഴിഞ്ഞ് ബാക്കിലുള്ളിടത്ത് അവൻ ദൈവാത്മാവിനെ ശക്തമായി ഇടപെടുന്ന ഒരു നിയോഗം. ചില ഭയത്തിൻ്റെ മേഖലകളെ ദൈവാത്മാവ് എടുത്തു മാറ്റിയിട്ട് ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ട് ദൂത് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. നിനക്ക് വിഹിതമായത് എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ അപമാനിക്കപ്പെട്ടോ സാരമില്ല കുഞ്ഞ്. നീ നിന്ദിക്കപ്പെട്ടോ സാരമില്ല. നീ വേദനിച്ചോ സാരമില്ല. ആമേൻ ഹല്ലേലൂയ. നീ നടുവിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സമയമായി കേട്ടോ. നിന്റെ കയ്യെ ദൈവം ഒന്ന് തൊടാൻ സമയമായി. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നിനക്ക് അനുകൂലമായ ചില ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തിയെടുക്കുമ്പോൾ ചില ഭയത്തിന്റെ മേഖലകൾ ദൈവാത്മാവ് എടുത്തു മാറ്റുകയോ, തുടച്ചു മാറ്റുകയോ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെട്ടു വരുന്നു. ചിലരുടെ കണ്ണുനീര് ഇന്ന് ആലയത്തിനകത്ത് കുഞ്ഞേ നീ നിന്നപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് വെറുതെയല്ല, അതിന്റെ മറുപടി വരികയാണ്. പ്രിയ പൈതൽ മേഘ, നീ ആത്മാവിൽ ഏറ്റെടുത്തോ. ഇന്ന് പകൽ നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് വെറുതെയല്ല. നിന്റെ ആമേൻ ഹല്ലേലൂയ അകത്തു നിന്ന് വന്ന പെയിനുകൾ വെറുതെയല്ല. നിന്റെ അകത്തു നിന്ന് വന്ന വേദനകൾ വെറുതെയല്ല. ഇന്ന് പകൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ആത്മാവിൽ കുഞ്ഞെ നീ ഏറ്റെടുത്തോ. നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. നിന്റെ കൈ ഒന്ന് നീട്ടിക്കോ. നിന്റെ കൈയെ പിടിക്ക. എന്റെ സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. Hallelujah. 2025 ചില കുടുംബത്തിന്റെ മുകളിൽ ശത്രു എഴുതി വെച്ച ശൂന്യതയുടെ വരണ്ടതിന്റെ ബാനറുകളെ ദൈവാത്മാവ് വലിച്ചു കീറി 2025 നിന്നെ ഒരു ജയത്തിലേക്ക് സഫലേ നീ ആത്മാവിൽ കുഞ്ഞ് നീ ഏറ്റെടുത്തോ. നിന്റെ അകത്ത് ജയത്തിന്റെ ബാനർ ഞാൻ കേട്ടു. നിന്റെ അകത്ത് ഞാൻ ജയത്തിന്റെ ബാനർ ഞാൻ കേട്ടു.
എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. അതുകൊണ്ട് ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും ചിലരുടെ മേൽ ഇപ്പോൾ ആ ഭയത്തിന്റെ ദുരാത്മാവ് മാറിപ്പോവാ. ഇതൊരു പ്രൊഫറ്റിക്കൽ വർഷിപ്പായിട്ട് ഏറ്റെടുത്തോ. ഉയിരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഉയിരുളതിലെ
യാത്ര ചെയ്യും പ്രത്യാശയോടെ തളരാതെ യാത്ര ചെയ്യും പ്രത്യാശയോടെ. നീ തളരാൻ ദൈവം അനുവദിക്കയില്ല. உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபையே நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபை நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபை ஒருக்க கூட போகணும் ഞാൻ வாழ்ந்தது நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபையே உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லை உங்க கிருபையே உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லை உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லை நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபையே நான் வாழ்ந்தது நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபை நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபை நான் வாழ்ந்தது உங்க கிருபை நான் வாழ்ந்தது உங்க கிருபை என்னை உயர்த்தி வைத்தீரே உன் கிருபையே உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே உங்க கிருபை வேண்டுமே உங்க கிருபை போதுமே உங்க கிருபை இல்லாமல் நான் ஒன்றும் இல்லையே അസാധാരണമായ ഒരു ദൈവകൃപയുടെ കൈമാറ്റം ഇന്ന് പകലത്തിനകത്ത് ചിലരുടെ മേൽ കർത്താവ് ചെയ്യുക. നിന്നെ ഒന്നുമില്ലാതാക്കുമെന്ന് വിധി പറയുന്ന ശത്രുവിന്റെ മുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കാൻ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ കൃപ ഇതിനകത്ത് അവിടുന്ന് പകരുന്നിരിക്കുകയാണ്. വിശ്വസിക്കുക. ശത്രുവിന്റെ ദോഷ വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് നിന്നെ ഒരു അത്ഭുതമാക്കാൻ നിന്നോട് പറയുന്നു, ഇവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക, നിന്റെ കൈയൊന്ന് നീട്ടുക. അവൻ അതുപോലെ അനുസരണത്തിന്റെ മകനായി അതനുസരിച്ചപ്പോ യേശുവിന്റെ സൗഖ്യം അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് പകൽ ആ ഒരു അനുഭവം ദൈവവചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ സ്വർഗം ചിലരെ അസാധാരണമായി മാനിക്കുന്ന നാളുകൾ ഞാനത് ആത്മാവിൽ കാണുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുകയാണ്. ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനായി സ്തോത്രം. ആത്മാക്കൾ ആത്മീയത്തിൽ വർധനവുള്ളവരായി മാറുന്നതിനായി സ്തോത്രം.
ദൈവസഭ വിശ്വസ്തയോടെ നിൽക്കുന്നതിനായി സ്തോത്രം. മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ഞങ്ങളുടെ കൂട്ടായ്മകളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വ്യാഴാഴ്ച നടക്കുന്ന കർത്താവേ മാരേജ് ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം അവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം. അതിൽ കർത്താവിന്റെ സാന്നിധ്യം വേണം. അവരൊരു ബ്ലസ്സഡ് ഫാമിലിയായി മാറുവാൻ ദൈവം കൃപ ചെയ്യണം. കർത്താവെ, സഭ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ആ പ്രിയ മക്കളെ ബ്ലസ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണം. ശുശ്രൂഷ ചെയ്യുവാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണം. ഞങ്ങളുടെ 15-ാം തീയതിയുള്ള ഞങ്ങളുടെ ഉണർവിന്റെ യോഗം ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കും. കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ പൊതിയും. ഈ ജനത്തെ ഞാൻ സമാധാനത്തോടെ, സൗഖ്യത്തോടെ, സ്വസ്ഥതയോടെ പറഞ്ഞയക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ നല്ല മക്കളായി മാറുവാൻ കൃപ ചെയ്യണം. ദൈവശബ്ദം കേൾക്കുന്നവരായി തീരുവാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. രണ്ട് കരങ്ങളിൽ ചേർത്തടിച്ച് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുക്കാണ്. ശക്തമായി കർത്താവിന് ഒരു മഹത്വം കൊടുക്കാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളോടും കൂടെ ക്രിസ്തുയേശുവിന്റെ രണ്ടാമത് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. May God bless you. We love you.